RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ജർമ്മൻ ടീമിനെ കുറിച്ചാണ്. ജർമ്മനിയുടെ ആ ഒരു പീരങ്കിപ്പടയെ കുറിച്ചാണ്. എത്ര ഗോളുകൾ അടിച്ചാലും എത്ര ഗോളുകൾ വഴങ്ങിയാലും തിരിച്ച് അതിനേക്കാളും ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഒരു ജർമ്മൻ പടയുണ്ടായിരുന്നു. 2014 വേൾഡ് കപ്പിൽ ഫൈനലിൽ ആ ഒരു സ്വർണ്ണ കിരീടത്തിൽ മുത്തമിട്ട ശേഷം ചങ്ങായിമാർ 2 വേൾഡ് കപ്പുകളായി. ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി പോവാണ്. ഈ വേൾഡ് കപ്പിന്റെ ഒരു 2010 ശേഷം നോക്കിക്കഴിഞ്ഞാൽ സ്പെയിന്, ജർമ്മനി അങ്ങനെ ഓരോ സീസണിൽ ഇങ്ങനെ ഓരോ ടീം ഇങ്ങനെ യോഗ്യത റൗണ്ടിൽ പുറത്താവുന്നുണ്ട്. കപ്പ് നേടിയ ചാമ്പ്യന്മാരായവരൊക്കെ അടുത്ത റൗണ്ടിൽ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജർമ്മൻ പട ഇപ്പോ അതിലേക്ക് മാറ്റം വരുത്തിയിട്ട് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയെന്ന് കണ്ടു തന്നെ അറിയണം. 2026 വേൾഡ് കപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സ്കോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ എല്ലാ പ്രാവശ്യവും വരിക. പക്ഷെ ഇവർ വന്ന് പെടുന്ന ആ ഒരു ഗ്രൂപ്പും അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അട്ടിമറികളും നടന്നിട്ട് ഇവർ പുറത്ത് പോവുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വേൾഡ് കപ്പിലാണ് നടന്നിട്ടുള്ളത്. 2014 ബ്രസീലിനെയും അതേപോലെ തന്നെ അർജന്റീനയും ഒരേപോലെ കരയിപ്പിച്ച ജർമ്മൻ ടീമാണ്. എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ എത്ര ഗോളുകൾ അടിച്ചു എന്നല്ല, ഇവർ എത്ര ഗോളിനാണ് അവസാനം കളി ജയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ബാൻ മ്യൂണിക്കിനെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ PSG ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ അങ്ങനെ തന്നെയാണ് കളി. അങ്ങനെ 2014 വേൾഡ് കപ്പിൽ സെമിഫൈനലിൽ 7-1 സെവനപ്പിന്റെ വിജയം നേടിയിട്ട് ബ്രസീലുകാരെ കരയിപ്പിച്ചപ്പോൾ ഫൈനലിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതേപോലെ ഒരു 3-4 ഗോളിന് ജർമ്മനി ജയിക്കുന്ന. പക്ഷേ ആ കളി 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമും കടന്ന് ഗോഡ്സയുടെ ആ ഒരു ഗോളിലൂടെയാണ് ജർമ്മനി വിജയിക്കുന്നത്. അങ്ങനെ അർജന്റീനക്കാരെയും കരയിപ്പിച്ചിട്ടാണ് ജർമ്മനി പോയത്. എനിക്കൊണ്ട് ഈ 2 ചങ്ങായിമാരുടെ ശാപമായിരിക്കും എന്ന് വെച്ചായിരിക്കാം 2 വേൾഡ് കപ്പിലായിട്ട് ഇവന്മാര് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താവുന്നത്. ഇതൊരു തമാശ രീതി പറഞ്ഞാണ്. പക്ഷെ കാര്യം എന്താന്ന് പറഞ്ഞാല് ഇവര് ആ ഒരു പഴയ ജർമ്മനി എന്ന് പറഞ്ഞാൽ അതിന്റെ അയലത്ത് പോലും എത്താനുള്ള ഒരു ഇതില്ല. എന്താ പറഞ്ഞാല് അവരുടെ കളിശൈലി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഗോൾ അടിക്കാനുള്ള ആ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ വരെ ഇല്ലാതെയാണ് ഇപ്പോൾ 2026 അവര് ഇറങ്ങുന്നത്. 4 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ജർമ്മനി 5ാം വേൾഡ് കപ്പിനാണ് ഒരുങ്ങുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്ക്വാഡും അവരുടെ ഈ ഒരു കളിയൊക്കെ വെച്ചിട്ട് അവര് ഈ ഒരു 5ാം വേൾഡ് കപ്പിൽ, എനിക്ക് തോന്നിയത് ഒരു ക്വാർട്ടർ ഫൈനൽ അതിന്റെ മുകളിലോട്ടൊന്നും ജർമ്മനിയുടെ പ്രയാണം ഈ സീസണിലും ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. എന്താണ് അവരുടെ സ്ക്വാഡ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ മാനുവൽ ന്യൂയറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആള് റിട്ടയർഡ് ആയതാണ്. യൂറോ നാഷണൽസ് ലീഗ് കഴിഞ്ഞ ശേഷം റിട്ടയർഡ് ഒക്കെ ആയതാണ്. വീണ്ടും ആളിനെ ടീമിൽ 41ാം വയസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ന്യൂയറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പല്ല് പോയ സിംഹം തന്നെ പറയാം. പക്ഷെ ആ സിംഹത്തിന്റെ ഗർജനം ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്താണ് നമ്മളിപ്പോ ബയൺ മ്യൂണിക്കിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിലൊക്കെ എന്താണ് ആള് റയൽ മാഡ്രിഡിനെതിരെയും PSG-ക്കെതിരെയൊക്കെ എന്താ നടത്തുന്നത്. പക്ഷെ മിസ്റ്റേക്കുകൾ പണ്ട് എന്ന് പറഞ്ഞാൽ സെന്ററിൽ വരെ പോയി ബോൾ എടുത്തിട്ട് പാസ് കൊടുത്തിട്ട് സിമ്പിളായിട്ട് പെനാൽറ്റി ബോക്സിൽ തിരിച്ചെത്തുന്ന ഇവരുണ്ട്. ഇപ്പോ അങ്ങനെയല്ല. പക്ഷെ മനസ്സുകൊണ്ട് ആള് അതേപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ശരീരം കൊണ്ട് അങ്ങനെ വഴങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ കുറെ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടും എന്തുകൊണ്ടാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് സ്വാഭാവികമായിട്ട് സ്റ്റേഗൻ ആയിരുന്നു ജർമ്മൻ ടീമിൽ വരുന്നത്. പക്ഷേ സ്റ്റേഗന്റെ ബാഴ്സലോണയിലുള്ള പ്രകടനം, അതേപോലെ തന്നെ നീണ്ടകാലത്തെ പരിക്കുകളും, ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് ലോണിൽ പോയി ജിറോണയിൽ പോയിട്ട് ജിറോണ ഇപ്പോൾ റെലിഗേഷൻ സോണിൽ പോയി കിടക്കുകയാണ്. അപ്പൊ ഇനി എന്താണ് സ്റ്റേഗന്റെ അടുത്ത നടപടി എന്നറിയില്ല. ഇപ്പോഴും പരിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റേഗനെ അങ്ങനെ ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ 2 ഗോൾ കീപ്പർമാരാണ് ഉള്ളത്. പിന്നെ ഇവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രഗത്ഭരൊക്കെ ഉണ്ട്. ഫ്രിറ്റ്സും കിമ്മിച്ചും അതേപോലെ തന്നെ സാനയും ഒക്കെ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ടീമിൽ എവിടേക്കോ എന്തൊക്കെയോ ആ ഒരു പഴയ പ്രതാപം, എന്താ പറഞ്ഞാല് ഗോൾ അടിക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇങ്ങനെ ബാൻ മ്യൂണിക്കിന്റെ ഒക്കെ എപ്പോഴും കളി ആ ഒരു ശൈലി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജർമ്മനി ആ ഒരു ശൈലി നിന്നൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജർമ്മനിയുടെ കോച്ചായിട്ടുള്ള നഗൽസ്മാന് ഇതിനു മുമ്പ് ബാൻ മ്യൂണിക്കിന്റെ കോച്ചായിരുന്നു. ബാൻ മ്യൂണിക്കിൽ നിന്ന് സാക്ക് ചെയ്തിട്ടാണ് ആള് ജർമ്മനിയുടെ ഇത് വരുന്നത്. അതേപോലെ തന്നെ ജർമ്മനിക്ക് ഒരു ചരിത്രമുണ്ട്. ജർമ്മനി ഒരു കോച്ചിനെയും സാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് സാക്ക് ചെയ്യുന്ന ഒരു കോച്ചാണ് സാക്ഷാൽ ഹൻസി ഫ്ലിക്ക്. ഇപ്പൊ ബാഴ്സലോണയുടെ കോച്ചായിക്കൊണ്ടിരിക്കുന്ന ഹൻസി ഫ്ലിക്ക് ജർമ്മനിയിൽ നിന്ന് സാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ബാൻ മ്യൂണിക്കിൽ ആള് അത്യാവശ്യം ട്രോഫികളൊക്കെ നേടി വാരി കൂട്ടിയിട്ട് അങ്ങനെ ജർമ്മൻ നാഷണൽ ടീമിന്റെ കോച്ചാണ്. പക്ഷെ അവിടെ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേൾഡ് കപ്പുകളൊക്കെ കയ്യിൽ നിന്ന് പോയപ്പോൾ ആളിനെ അവിടെ നിന്ന് സാക്ക് ചെയ്യണം. ആൾ അത്രയും മോശമായിരുന്നു ആ ഒരു ജർമ്മൻ ടീമിന്റെ അവസ്ഥ. എന്താ പറഞ്ഞാൽ ആദ്യ സീസണൊക്കെ അത്യാവശ്യം നല്ലപോലെ അവര് ബാൻ മ്യൂണിക്കിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഓഫ്ലൈൻ ട്രാഫും കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി. പക്ഷെ ഈ കോച്ചിന് പറ്റുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ജർമ്മനിയിൽ നിന്ന് ആദ്യത്തെ ഒരു കോച്ചിനെ സാക്ക് ചെയ്യണം. അങ്ങനെ ബാൻ മ്യൂണിക്കിൽ നിന്ന് നമ്മുടെ ജർമ്മൻ ടീമിലെത്തി. ജർമ്മൻ ടീമിൽ നിന്ന് സാക്ക് ചെയ്തിട്ട് ബാഴ്സലോണയിൽ വന്ന് പടിയിറങ്ങിയിട്ട് ബാഴ്സലോണ ഇപ്പൊ ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് 2 വർഷങ്ങളായിട്ട്. ആൾക്ക് ഉള്ള സ്ക്വാഡും ആ ഒരു ചെറിയ സ്ക്വാഡും കിട്ടിയിട്ട് ആ സ്ക്വാഡ് വെച്ചിട്ട് കഴിഞ്ഞ സീസണിൽ ഡൊമസ്റ്റിക് ട്രിബിൾ അടിച്ചു. ഈ സീസണിൽ ലാലിഗ് വീണ്ടും 2ാമത് ബാക്ക് ടു ബാക്ക് ലാലിഗ് ചാമ്പ്യന്മാരായിരിക്കണം. അവർക്ക് പ്ലേയേഴ്സിന്റെ ആ ഒരു ബാഴ്സലോണയ്ക്ക് ആ പ്ലേയേഴ്സിന്റെ ആ ഒരു എന്താ പറയാ
ദൗർലഭ്യം കുറച്ച് കുറവായതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും ഒരു ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് പല ഘട്ടങ്ങളിലും അവർക്ക് വീണ് പോകേണ്ടി വന്നിരിക്കുന്നത്. ഹൻസി ഫ്ലിക്കിന്റെ ഓഫ്ലൈൻ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ അതിനുള്ള പ്ലേയേഴ്സ് അത്രമാത്രം ഇല്ല, ചില ഭാഗങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വരില്ല. അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി ബാഴ്സലോണയിലെത്തി. അങ്ങനെ മാനുവൽ ന്യൂയറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ കോച്ചിന്റെ തന്ത്രങ്ങൾ എന്താണ്, ഏതുവരെ എത്തും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു സ്ക്വാഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജർമ്മനിയുടെ സ്ക്വാഡിൽ ഗോൾ കീപ്പർമാർ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ന്യൂയർ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടുണ്ട്. കാരണം ആളെ തിരിച്ചു കൊണ്ടുവന്നത് വെറുതെ ബെഞ്ചിലിരുത്താൻ വേണ്ടിയിട്ടില്ല. ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് ആൾക്ക് തന്നെയാണ് പ്രയോറിറ്റി ഉണ്ടാവുക. സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ട് ഒലിവർ ബൂമാൻ ആയിരിക്കും. അതേപോലെ തന്നെ തേർഡ് ഗോൾ കീപ്പർ ആയിട്ട് അലക്സാണ്ടർ നൂബിൾ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അതേപോലെ നമുക്ക് ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ കിമിച്ച് ക്യാപ്റ്റനായിട്ട് ഡിഫൻഡർ ആയിട്ട് പറഞ്ഞാൽ ഈ ചങ്ങനെ ആരും ഡിഫൻഡർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു മിഡ്ഫീൽഡാണ്, ബോക്സ് ടു ബോക്സ് കളിക്കാനുള്ള കഴിവുള്ള ഒരു മിഡ്ഫീൽഡർ ആയതുകൊണ്ട് ആള് ഇപ്പോൾ പുതിയ കോച്ചിന്റെ കീഴിൽ എന്താണ് അതിന്റെ ടാക്ടിക്സും കാര്യങ്ങളും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുതിയ കോച്ചിന്റെ കീഴിൽ ഏത് ഫോർമാറ്റിലാണ് കളിക്കുക അതൊക്കെ അതിനെ സംബന്ധിച്ചായിരിക്കും ഈ ഡിഫൻഡറിലേക്ക് ആളിനെ നിർത്തിയിരിക്കുന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ റോഡ്രിഗർ റയൽ മാഡ്രിഡിൽ നിന്ന് റോഡ്രിഗർ എന്താ പറയാ, അത്ര നല്ല സീസൺ നല്ല കടന്നു പോയിരിക്കും. പക്ഷെ എന്നാലും ഒരു ജർമ്മനിയുടെ വൻമതിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ താഹയുണ്ട്, അതേപോലെ തന്നെ നിക്കോ, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫൻഡർമാർ. മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറിയാൻ വിറ്റ്സ് ഉണ്ട്, ജമാൽ മൂസിയാല ഉണ്ട്, അതേപോലെ തന്നെ പാവ്ലോവിച്ച് ഉണ്ട്, അതേപോലെ തന്നെ ലയൺ ഗൊരറ്റ്സ്ക. അപ്പോൾ ഇവര് 4 പേരാണ് മിഡ്ഫീൽഡർ നയിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫോർവേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാനിസും അതേപോലെ തന്നെ മാക്സ്മിലാൻ ബിയറും അതേപോലെ തന്നെ ഹെവേർട്സും ആണ് ഇവരുടെ പ്രോപ്പർ നമ്പർ 9 ഹെവേർട്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ ആളാണ് ഇപ്പോൾ ആഴ്സണലിന് വേണ്ടിയിട്ട് അവസാനം ഗോളുകളൊക്കെ അടിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആള് പരിക്കിന് ശേഷം കുറെ കാലത്തിന് ശേഷം വീണ്ടും ടീമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതില് മൂസിയാലയും അതേപോലെ തന്നെ ബ്രിഡ്സും ഹെവേർട്സിന്റെ ഒക്കെ ആയിരിക്കും ഒരു ജർമ്മന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഫോമായിട്ട് ഇവർ എന്താ പറഞ്ഞാൽ ബ്രിഡ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിലേക്ക് 100 എബോ മില്യൺ 150 അടുത്ത് മില്യൺ കൊടുത്തിട്ടാണ് ലിവർപൂൾ കൊണ്ടുവന്നത്. പക്ഷെ തുടക്കത്തിലൊന്നും ആള് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. പക്ഷെ ആൾ ഇത്രയും മില്യൺസ് മുടക്കി കൊണ്ടുവന്നപ്പോൾ ആൾക്കാർക്കും ഒരുപാട് പ്രതീക്ഷയായിരുന്നു. ഓരോ കളിയിൽ വെച്ച് 2-3 ഗോളൊക്കെ അടിക്കും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ ബ്രിഡ്സിനെ പോലെ ഒരു കളിക്കാരൻ ആളിപ്പോൾ വേൾഡ് കപ്പിലൊക്കെ ചിലപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. എന്താ പറയുക, വേൾഡ് കപ്പ് പോലൊരു മത്സരത്തിൽ ആൾക്ക് ചിലപ്പോൾ കളിക്കും. പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലൊരു പ്രീമിയർ ലീഗിൽ വന്നിട്ട് അതും ഒരു ക്ലബിൽ നിന്ന് വേറെ ക്ലബിലേക്ക് വന്ന ശേഷം പെട്ടെന്നൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത സീസണിലൊക്കെ ആളുടെ ഒരു ബെസ്റ്റ് സീസണൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ മൂസിയാല, പണ്ടത്തെ മൂസിയാല അല്ല, ആള് PSG ഗോൾ കീപ്പറായിട്ടുള്ള മറ്റേ ചങ്ങായിയുടെ ഒരു ഗംഭീര ഫൗളിന് ശേഷം ആള് ഒരു നീണ്ട എന്താ പറയുക കാല് നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂസയാല കളിയിലേക്ക് തിരിച്ചു വരും തന്നെ, ആ കളി കണ്ടവർക്ക് അറിയാൻ പറ്റും. തിരിച്ചു വരുന്നതിന്റെ പ്രതീക്ഷന്റെ കാലൊക്കെ മടങ്ങി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂസയാല തിരിച്ചു വന്ന ശേഷം മൂസയാല പഴയ മൂസയാല അല്ല, അതും അവിടെ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പഴയ കുറെ താരങ്ങൾ, പക്ഷെ അവരുടെ പുതിയതായിട്ടുള്ള ആ ഒരു ഫോമിലല്ല കളിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഏതുവരെ എത്തും എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ ഈ ഒരു സ്ക്വാഡും വെച്ച് ജർമ്മനി വേൾഡ് കപ്പിൽ എത്ര ദൂരം മുന്നോട്ട് പോകുന്നു നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. വേൾഡ് കപ്പ് ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. നാളെ പുതിയൊരു ടീമുമായി കാണാം. അതിനുശേഷം ഗ്രൂപ്പ് ഘട്ടങ്ങളോടുള്ള വിലയിരുത്തലായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.